എല്ലാവർക്കും നമസ്കാരം. രാധാസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ ഒരു സ്പെഷ്യൽ കറി ഉണ്ടാക്കാൻ പോകുന്നത്, അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബി.പിനെ കൺട്രോൾ ചെയ്യാം, ഡയബറ്റീസിനെയും കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അത് ഇന്ന് ഞാൻ കുക്കറിനകത്തിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് കാരണം 2 ടേബിൾ സ്പൂൺ, കുക്കർ നല്ലതായിട്ട് ചൂടായി കഴിയുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഇഷ്ടമുള്ള എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി 1/2 ടീസ്പൂൺ കടുകിട്ടു, 1/2 ടീസ്പൂൺ ജീരകവും ഇട്ടു, ഒരു 3-4 കഷ്ണം എരിവുള്ള പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു 10-12 വെളുത്തുള്ളിയുടെ അല്ലി തൊണ്ട് കളഞ്ഞു അതിനെ ഇട്ടു, 3 ഉള്ളി സവാള അതിനെ പൊടിയായിട്ട് അരിഞ്ഞിടണം, പിന്നെ 1 സ്പൂൺ ഉപ്പ്. അപ്പം നമ്മളെ എല്ലാം പാകത്തിന് ഉപ്പൊക്കെ ചെക്ക് ചെയ്യണം കേട്ടോ. നന്നായിട്ട് ഇളക്കി ഒന്ന് മുരിഞ്ഞോട്ടെ. ലൈറ്റ് മെറൂൺ ആയപ്പോൾ 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുവാണ്. ഇട്ടു. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കോട്ടെ. പിന്നെ കായത്തിൻ്റെ പൊടിയാണ് ഒരു 1/2 ടീസ്പൂൺ. എല്ലാം കൂടെ ഇളക്കി ഒന്ന് മൊരിഞ്ഞു കഴിഞ്ഞു. 1/2 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടിയും കൂടാണ് ഇട്ടത് കേട്ടോ. 2 തക്കാളി പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതും കൂടെ ഇതിനകത്തിലൊന്ന് ചേർത്തിട്ട് ഒന്ന് ഇളക്കണം. എല്ലാം ഇട്ട് നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം ഞാൻ കാച്ചിലാണ് അതിൻ്റെ തൊണ്ട് കളഞ്ഞു ചെറുതായിട്ട് അരിഞ്ഞു. എന്നിട്ട് അതിനെ ഇട്ട് നമുക്ക് വെച്ച് കഴിഞ്ഞ് കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ഇതിന് ഡയബറ്റീസും പിന്നെ നമ്മുടെ കൊളസ്ട്രോളും എല്ലാ രോഗവും മാറും, BP എല്ലാം മാറും. അത്ര നല്ല സാധനമാണ് ഈ കാച്ചിൽ. 300 ml വെള്ളവും കൂടെ ഇതിനകത്ത് ചേർത്തു. എന്നിട്ട് നമ്മൾ കുക്കറിൻ്റെ അടപ്പടച്ച് വെച്ചു. 2 വിസിൽ കേൾക്കുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. വെന്തളിഞ്ഞ് പോകില്ല, കാരണം തക്കാളിയൊക്കെ ചേർത്തത് കൊണ്ട് കേട്ടോ. ദേ കറി റെഡിയായി. കണ്ട കറി റെഡിയായി കഴിഞ്ഞപ്പം കണ്ടോ, വെന്തുടഞ്ഞു പോയില്ല. അതെന്താണെന്നറിയാമോ? തക്കാളിയുടെ പുളിയൊക്കെ കാരണമാണ് ഉടയാഞ്ഞത്. എന്നിട്ട് ദേ പാത്രത്തിലോട്ട് ഞാൻ എടുത്തു വെച്ചു. നല്ല കറിയാണ്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി കഴിക്കണേ എന്നാണ് ഞാൻ അപേക്ഷിക്കുന്നത്. അത്ര സൂപ്പർ സാധനമാണ് കാച്ചിൽ.